വെൽക്കം ടു ജോ ലൈവ്. ഇന്നത്തെ എൻ്റെ യാത്ര റിയാദിലെ അൽ മസ്മക് എന്ന് പറയുന്ന പാലസിലോട്ടാണ്. കസീർ അൽ ഹുക്കും എന്നറിയപ്പെടുന്ന റിയാദിലെ പ്രസിദ്ധമായ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ മെട്രോ സ്റ്റേഷനെ കുറിച്ചുള്ള വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. മെട്രോ ബസ്സിൻ്റെ ഉൾവശമാണിത്. മെട്രോ സ്റ്റേഷനിൽ നിന്നും കയറുന്ന ബസ്സിൽ ഏകദേശം 1.5 കിലോമീറ്ററിനുള്ളിലാണ് അടുത്ത നമുക്ക് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ്. ഒരു പുരാതന ടച്ചുണ്ട് നമുക്ക് ഈ ബസ് സ്റ്റോപ്പുകളെല്ലാം. നടന്നു പോകുന്ന വഴികളിൽ ഒത്തിരി കടകളുണ്ട്, പക്ഷേ ഉച്ചയായതുകൊണ്ട് തന്നെ എല്ലാം അടച്ചിട്ടേക്കുവാണ്. സൗദിയിൽ പൊതുവെ വൈകുന്നേരങ്ങളിലാണ് കടകളൊക്കെ ആക്റ്റീവ് ആകുന്നത്. താജ് സെൻറ്റർ, ഇതിനുള്ളിൽ ഒത്തിരി ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. ബത്തയിലെ ലുലു മാൾ ഇതിനകത്താണ്. ശരിക്കും പറഞ്ഞാൽ ബത്ത സ്റ്റേഷനിൽ ഇറങ്ങിയാലും നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഈ പാലസിലോട്ട്. പാലസിലോട്ടുള്ള എൻ്റെ യാത്രയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു പബ്ലിക് പാർക്ക് കണ്ടു. ശരിക്കും ഈ റോഡ് സൈഡിലായിട്ടാണ് ഈ പാർക്ക് വരുന്നത്. ഒത്തിരി വലിയ പാർക്കാണ്, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ. അതും വളരെ ഗ്രീനിഷ് ആയിട്ടുള്ളൊരു പാർക്കാണ്. ഉച്ചയ്ക്ക് വന്നാലും തണലത്തൊക്കെ ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നല്ല തണലും ഉണ്ട്. റിയാദിലെ തിരക്കുള്ള ഈ നഗരത്തിൻ്റെ നടുവിൽ ഇത്രയും പച്ചപ്പുള്ള ഒരു പബ്ലിക് പാർക്ക് നമുക്ക് ശരിക്കും മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ്. ശരിക്കും നാട്ടിൽ വഴിയോരത്ത് കാണുന്ന പല ചെടികളും ഇവിടെ ഈ പാർക്കിനുള്ളിൽ കാണാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു പപ്പായ നിൽപ്പുണ്ട്. ശരിക്കും ഈ പാർക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പുറത്ത് ചൂടത്ത് അനുഭവപ്പെടത്തില്ല. കാരണം ഇതിനുള്ളിൽ നല്ല ഒരു തണുപ്പും നിശബ്ദമായിട്ടുള്ളൊരു അന്തരീക്ഷവുമാണ്. കൂട്ടത്തിൽ പക്ഷികളുടെ ശബ്ദം കൂടെ ആകുമ്പോൾ മനസ്സ് ശാന്തമാകും. അങ്ങനെ പാർക്കിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ഞാൻ അൽ മസ്മക് പാലസിലെത്തി. പാലസിനോട് തൊട്ട് ചേർന്ന് തന്നെ കുറച്ച്
ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. അത്യാവശ്യം ലാഭത്തിന് കിട്ടുന്ന കടകളാണ്. 20 റിയാൽ 30 റിയാൽ ആ റേഞ്ചിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തുണികളാണ് കേട്ടോ. ഇതാണ് അൽ മസ്മക് പാലസ്. പാലസിന് പുറത്ത് ഇങ്ങനെ ചുറ്റി നടക്കാനായിട്ട് നടപ്പാതകളുണ്ട്. ഈ വഴിയിലൂടെ ഇങ്ങനെ നേരെ നടന്നു പോകണം. ഈ കോട്ടയ്ക്ക് പ്രധാനമായും 2 വലിയ പ്രവേശന കവാടങ്ങളും ഗൺ ബാർ ഓപ്പണിംഗ് എന്നറിയപ്പെടുന്ന 2 ചെറിയ വാതിലുകളുമാണ് ഉള്ളത്. സൗദി അറേബ്യൻ ഫൗണ്ടേഷൻ ചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങൾക്ക് നിശബ്ദമായി സാക്ഷ്യം വഹിച്ച റിയാദ് നഗരത്തിൻ്റെ മധ്യത്തിൽ മനോഹരമായി ഉയർന്നു നിൽക്കുന്ന കൊട്ടാരമാണ് അൽ മസ്മക്. ഹിജറ 14-ാം നൂറ്റാണ്ടിൽ ഇമാം അബ്ദുള്ള ബിൻ ഫൈസലിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ വസതിയും അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും കേന്ദ്രവുമായി ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടു. ഉയർന്ന മതിലുകളുള്ള ഈ കൊട്ടാരം ശത്രുക്കൾക്കെതിരായ ശക്തമായ ഒരു കോട്ടയുമായിരുന്നു. ആയിരത്തി 1902 നടന്ന യുദ്ധത്തിൽ രാജകുമാരൻ ഫഹദ് ബിൻ ജലൂവി അജ്ലാൻ ബിൻ റാഷിദിനെ ലക്ഷ്യം വെച്ച് കുന്തമെറിഞ്ഞപ്പോൾ ലക്ഷ്യം തെറ്റി കോട്ടയിലെ ഗേറ്റിൽ ആഴത്തിലുള്ള ഒരു വിള്ളലുണ്ടാക്കി. ഇത് രാജാവിൻ്റെ പ്രധാന സേവകരിൽ ഒരാളുടെ വീരഗാഥയ്ക്ക് സാക്ഷ്യം വഹിച്ചു. പാലസിൻ്റെ മുൻവശത്ത് ചേർന്ന് 2-3 കടകളുണ്ട്. കരകൗശല വസ്തുക്കളും പ്രാചീനമായിട്ടുള്ള വസ്തുക്കളുമൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ പോകുന്നതിന് ഫീസ് ഉണ്ടോ എന്നറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. വെള്ളിയാഴ്ച ദിവസം രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെയും മറ്റ് ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 9 മണി വരെയുമാണ് വിസിറ്റിംഗ് ടൈം. AD 1865 പണി കഴിപ്പിച്ചതാണ് അൽ മസ്മക് പാലസ്. പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസ് ഇല്ലായിരുന്നു കേട്ടോ. കൊട്ടാരത്തെ പ്രധാനമായും 6 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് വശത്തുള്ള കോട്ടയുടെ കവാടം, പള്ളി, മജ്ലിസ്, വടക്ക് കിഴക്ക് ഭാഗത്തുള്ള കിണർ, മുറ്റത്തെ 4 കോണുകളിലെ ഗോപുരങ്ങൾ, ഭരണാധികാരികളുടെയും അതിഥികളുടെയും താമസ യൂണിറ്റുകൾ. പുരാതന രീതിയിലുള്ള നിർമ്മിതികൾ അതിപ്പോഴും അവരങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പാലസിൻ്റെ ടോട്ടൽ പിക്ചറാണിത്. ഇതിന് പിന്നിലെ കെട്ടിടങ്ങൾ കണ്ടോ? അത് ഇന്നത്തെ കെട്ടിടങ്ങളാണ്. ഒരുപാട് ചിത്രപ്പണികളോട് കൂടിയ ജന്നലുകളും ചുമരുകളുമൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു.
എല്ലാ ചുവർ ചിത്രങ്ങളിലും ഫോട്ടോകളിലും ഡീറ്റെയിൽസ് നല്ലപോലെ അവർ വിവരിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ. പെൻ കേസ്, ഇത് പണ്ടത്തെ എഴുത്തിന് ഉപയോഗിച്ചിരുന്ന പേനകളാണ്, മഷിപ്പേനകളൊക്കെയാണിത്. ഒരു 3D ചിത്രം ഇങ്ങനെ തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കും ഒരു സ്ക്രീനിൽ. പണ്ടുകാലത്തെ ഈ കൊട്ടാരത്തിനുള്ളിലെ ജീവിത രീതികളും യുദ്ധങ്ങളെയും കുറിച്ചാണ് അത് വിവരിക്കുന്നത്. ഒട്ടകത്തിന് മുകളിൽ ഘടിപ്പിക്കുന്ന ഇരിപ്പിടമാണിത്. മുകളിലത്തെ ഡിസൈൻ തടിയിൽ നിർമ്മിച്ചതാണ്. കുറച്ച് റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. രാത്രിയിലെ കൊട്ടാരത്തിൻ്റെ കാഴ്ച കാണാനായി ഞാൻ വൈകുന്നേരമാകുന്നവർ വെയിറ്റ് ചെയ്തു. പകല് കാണുന്ന പോലെ അല്ല കേട്ടോ, രാത്രിയിലെ നടപ്പാതകളൊക്കെ നല്ല ഭംഗിയാണ്. വൈകുന്നേരമായപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. നിങ്ങൾ ഈ സ്റ്റേഷനും പാർക്കും കാണാൻ വരുവാണെങ്കിൽ ഈവനിങ് ഒരു 4 മണിക്ക് വരുവാണെങ്കിൽ ലൈറ്റ് വ്യൂവും കാണാം, സ്റ്റേഷൻ വ്യൂവും കാണാം. വെയിലും ചൂടുമില്ലാതെ കാണാൻ പറ്റും. കസീർ അൽ ഹുക്കൂം മെട്രോ സ്റ്റേഷൻ്റെ രാത്രിയിലെ കാഴ്ചയാണത്. എന്ത് മനോഹരമാണല്ലേ. ഇതിനുള്ളിലെ പൂന്തോട്ടത്തിൻ്റെയും സ്റ്റേഷൻ്റെയും വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഈസ് വൈൻഡ് അപ്പ് ജോ ലൈഫ്. ബൈ ബൈ.